ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 2 മൈക്രോബയോളജിയുടെ മൈക്രോസ്കോപ്പി ആൻഡ് മോർഫോളജി ഓഫ് ബാക്ടീരിയ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ്. ഇത് അത്യാവശ്യം ഒരു ലെങ്തി ചാപ്റ്ററാണ് ആൻഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ചാപ്റ്ററാണ്. അപ്പോൾ യൂഷ്വലി ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ എപ്പോഴും സയൻറ്റിസ്റ്റിനെ ആയിട്ടുള്ള ലൂയിസ് പാസ്റ്റർ, ജോസഫ് ലിസ്റ്ററിനെ പറ്റിയൊക്കെയാണ് പഠിച്ചത്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ റിയൽ മൈക്രോബയോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ഇതിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ ഇതിൽ സ്റ്റെയിനിങ് ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മളിവിടെ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബാക്ടീരിയയുടെ അനാട്ടമി മോർഫോളജി ഒക്കെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഒക്കെ തന്നിട്ട് നമുക്ക് അതൊക്കെ പഠിച്ചു കഴിഞ്ഞ് നമുക്ക് സ്റ്റെയിനിങ് ടെക്നിക്ക് പഠിക്കാം. കാരണം അത് അത്യാവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. ഈ പറയുന്ന പോർഷനും നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റെയിനിങ് കുറച്ചധികം നല്ലപോലെ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്റർ നോക്കി കഴിയുമ്പോൾ മൈക്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് മൈക്രോസ്കോപ്പിൽ മാത്രം കാണപ്പെടുന്നതാണ് ഈ മൈക്രോ ഓർഗാനിസം എന്നൊക്കെ പറയുന്നത് അല്ലേ. മോർഫോളജി എന്ന് പറയുന്നത് എന്താണ്? മോർഫോളജി എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ എക്സ്റ്റേണൽ ഫീച്ചറിനെയാണ് മോർഫോളജി എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള, അതായത് നമ്മൾ പുറമെ ഒരാളെ കാണുമ്പോൾ ആൾ വലുതാണോ ചെറുതാണോ, നമ്മൾ ജനറ്റിക്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മോർഫോളജി. ജസ്റ്റ് പുറമേ കാണുമ്പോൾ അതിൻ്റെ കളർ എന്താ, അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ എന്താ ഒക്കെ നമ്മൾ പഠിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് മോർഫോളജി എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സിനെയാണ് മോർഫോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഇൻട്രൊഡക്ഷനിലേക്ക് പോവാം. സോ മൈക്രോ ഓർഗാനിസം ആർ ലിവിംഗ് സ്ട്രക്ചേഴ്സ് ഓഫ് മൈക്രോസ്കോപ്പിയൽ സൈസ്. ദിസ് were originally classified under plant and animal kingdom. This classification proved unsatisfactory. തേർഡ് കിങ്ഡം പ്രൊട്ടിസ്റ്റ വാസ് ഫോംഡ്. അപ്പോൾ ഇത് MCQ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഈ ഒരു മൈക്രോ ഓർഗാനിസം ഏതൊരു കിങ്ഡത്തിലാണ് വരുന്നത്? പ്രൊട്ടിസ്റ്റ. അപ്പോൾ മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത് എന്താണ്? മൈക്രോസ്കോപ്പിക്കൽ സൈസ്, അതായത് നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന ആ ഒരു ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് നമുക്കിത് കാണാനായിട്ട് പറ്റത്തുള്ളൂ. നമുക്കറിയാം പണ്ട് കാലത്ത് സയൻറ്റിസ്റ്റ് എന്താണ് ഈ ഒരു മൈക്രോസ്കോപ്പിനെ പ്ലാന്റും ആനിമൽ കിങ്ഡത്തിലാണ് ക്ലാസിഫൈ ചെയ്തത്. പക്ഷേ എന്താണ്, നമുക്കറിയാം ഈ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ, സിമിലാരിറ്റി ബേസ് ചെയ്തൊക്കെ ക്ലാസിഫൈ ചെയ്തപ്പോൾ അത് അൺസാറ്റിസ്ഫൈ ആയിട്ട് തോന്നി. അതുകൊണ്ട് പുതിയൊരു കിങ്ഡം മൈക്രോ ഓർഗാനിസത്തിന്, ഈ ബാക്ടീരിയ ഒക്കെ അതിലാണ് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന ഒരു കിങ്ഡം അവിടെ ഉണ്ടായി. ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുക്കാരിയോട്സ് ആൻഡ് പ്രൊക്കാരിയോട്സിനെ പറ്റിയാണ്. നമ്മളിത് ഓൾറെഡി കേട്ടിട്ടുള്ളൊരു വാക്കാണ്. ഇപ്പോൾ യുക്കാരിയോട്സ് എന്ന് പറയുമ്പോൾ ഫംഗൈ, ആൽഗ, പ്രോട്ടോസോവ ആൻഡ് സ്ലൈമോൾസ് അവരൊക്കെ എന്താണ് ഈ യുക്കാരിയോട്സിൽ വരുന്നതാണ്. നമ്മുടെ ബാക്ടീരിയ വരുന്ന ഏതാണ്? ബാക്ടീരിയ വരുന്നത് നമ്മുടെ പ്രൊക്കാരിയോട്സും ബ്ലൂ ഗ്രീൻ ആൽഗെ. യൂഷ്വലി യുക്കാരിയോട്സ് എന്ന് പറയുമ്പോൾ മൾട്ടി സെല്ലുലർ ആണ്. ഓക്കെ, ഇതിൽ എഴുതിയിട്ടില്ല, ബട്ട് മൾട്ടി സെല്ലുലർ ആണ്. ആൻഡ് പ്രൊക്കാരിയോട്സ് എന്ന് പറയുമ്പോൾ എന്താണ്? യൂണി സെല്ലുലർ ആണ്. ഓക്കെ, പിന്നെ അവർക്ക് ക്ലോറോഫിൽ ഉണ്ട്. നമ്മളത് ഒത്തിരി അങ്ങനെ പ്ലാന്റ്സിൻ്റെ ഒത്തിരി അങ്ങനെ നോക്കണ്ട. ക്ലോറോഫിൽ ഇല്ല. പക്ഷേ എന്താണ്, നമ്മുടെ ബ്ലൂ ഗ്രീൻ ആൽഗയ്ക്ക് എന്താണ്? ക്ലോറോഫിൽ ഉണ്ട്. അതൊരു എക്സെപ്ഷൻ ആണ്. അപ്പോൾ പ്രൊക്കാരിയോട്സ് യൂണി സെല്ലുലർ ആണ്, അവർക്ക് എന്താണ്? ക്ലോറോഫിൽ ഇല്ല. ആൻഡ് പക്ഷേ എന്താണ് എക്സെപ്ഷൻ ഏതാണ്? ബ്ലൂ ഗ്രീൻ ആൽഗയ്ക്ക് ക്ലോറോഫിൽ ഉണ്ട്. പിന്നെ അവർക്ക് വെൽ ഡിഫൈൻ ആയിട്ടുള്ള ന്യൂക്ലിയർ മെമ്മറൈൻ ഇല്ല, സെൽ ഓർഗനൽസ് ഒന്നുമില്ല. പക്ഷേ യുക്കാരിയോട്സിന് എന്താണ്? മൾട്ടി സെല്ലുലർ ആയിരിക്കും അവർ, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയർ മെമ്മറൈൻ ഒക്കെ ഉണ്ട്. ഇത് ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊക്കാരിയോട്സ് ആൻഡ് യുക്കാരിയോട്സ് ആണ്. ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അതിൻ്റെ ന്യൂക്ലിയസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഡിഫറൻസ് നോക്കാം. അപ്പോൾ ന്യൂക്ലിയർ മെമ്പറൈൻ എന്താണ്? പ്രൊക്കാരിയോട്സിന് എന്താണ്? ആബ്സെൻ്റ് ആണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു. അപ്പോൾ ന്യൂക്ലിയർ മെമ്പറൈൻ എന്താണ്? പ്രൊക്കാരിയോട്സിന് ആബ്സെൻറ്റും യുക്കാരിയോട്സിന് പ്രസൻറ്റും ആണ്. ഓക്കെ, പിന്നെ ന്യൂക്ലിയോളസ് എന്താണെന്ന് അറിയാലോ. അതെന്താണ്? പ്രൊക്കാരിയോട്സിന് ആബ്സെൻ്റ് ആണ്, യുക്കാരിയോട്സിന് പ്രസൻറ്റ് ആണ്. ആൻഡ് ക്രോമസോം എന്ന് പറയുമ്പോൾ പ്രൊക്കാരിയോട്സിന് ഒറ്റൊരു ക്രോമസോം ആണുള്ളത്. ആൻഡ് യുക്കാരിയോട്സ് എന്ന് പറയുന്നത് എന്താണ്? മോർ ദാൻ 1 ക്രോമസോം എന്തായാലും യുക്കാരിയോട്സിനുണ്ട്. പ്രൊക്കാരിയോട്സിന് ഒറ്റൊരു ക്രോമസോം ആണ് ഉള്ളത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിയോക്സി റൈബോ ന്യൂക്ലിയോ പ്രോട്ടീൻ അല്ലെങ്കിൽ DNA എന്ന് പറയുന്നത് പ്രൊക്കാരിയോട്സിന് എന്താണ്? ആബ്സെൻ്റ് ആണ്. ആൻഡ് യുക്കാരിയോട്സിന് എന്താണ്? പ്രസൻറ്റ് ആണ്. ഓക്കെ, ഇനി അതിൻ്റെ ഡിവിഷൻ എന്ന് പറയുന്നത് ഏതാണ്? ബൈനറി ഫിഷനാണ്. അതായത് ഇങ്ങനെ വെട്ടി പോകുന്ന ആ ഒരു ബൈനറി ഫിഷനാണ് പ്രൊക്കാരിയോട്സിന്. ആൻഡ് യുക്കാരിയോട്സ് എന്താണ്? ബൈ മൈറ്റോസിസ്, അതായത് ബിൽഡിംഗ് അപ്പ്. നമ്മൾ മിയോസിസ് മൈറ്റോസിസ് നമ്മൾ അനാട്ടമിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. മൈറ്റോസിസ് വഴിയാണ് യുക്കാരിയോട്സ് അവിടെ ബിൽഡപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗ്രോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂക്ലിയസിനെ സംബന്ധിച്ചിട്ടുള്ള ഡിഫറൻസ് ഇതാണ്. ഓക്കെ, ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, സോറി. ഇനി സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? ആ ഒരു ഫ്ലൂയിഡ് ആയിട്ടുള്ള സെല്ലിൻ്റെ ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. അപ്പോൾ അതിലെ മൈറ്റോകോൺട്രിയ ഇതൊക്കെ എന്താണ്? സെൽ ഓർഗനൽസ് ആണ്. മൈറ്റോകോൺട്രിയ, ഗോൾഗി അപ്പാരറ്റസ്, ലൈസോസോം, പിനോസൈറ്റോസിസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്താണ്? പ്രൊക്കാരിയോട്സിന്
ആബ്സെൻ്റ് ആണ്. ഈ സംഭവങ്ങളെല്ലാം എന്താണ്, പ്രൊക്കാരിയോട്സിന് ആബ്സെൻ്റ് ആണ്. ആൻഡ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് യുക്കാരിയോട്സിന് ഈ പറയുന്ന മൈറ്റോകോൺട്രിയ, ഗോൾഗി അപ്പാരറ്റസ് ഒക്കെ എന്താണ്, പ്രസന്റ് ആണ്. ഓക്കെ, സൈറ്റോപ്ലാസത്തിന്റെ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ പറഞ്ഞത്. കുറച്ച് ലാഗാണ്. ഓക്കെ, ഇനി അടുത്തത് അതിൻ്റെ കെമിക്കൽ കോമ്പസിഷൻ. കെമിക്കൽ കോമ്പസിഷൻ എന്ന് പറയുന്ന സ്റ്റെറോൾസ്, നമ്മുടെ കൊളസ്ട്രോൾ അങ്ങനത്തെ ടൈപ്പ് സംഭവങ്ങളില്ലേ, ഈ കെമിക്കൽ കോമ്പസിഷനിൽ സ്റ്റെറോൾസിൽ പ്രൊക്കാരിയോട്സിന് ആബ്സെൻറ്റും യുക്കാരിയോട്സിന് പ്രസന്റ് ആണ്. ഇപ്പോൾ ഹ്യൂമൻ ബീൻ എന്ന് പറയുന്നത് ഒരു യുക്കാരിയോട്സ് ആണ്. ഓക്കെ, പിന്നെ മിറാമിക് ആസിഡ് അതൊരു ടൈപ്പ് ഓഫ് ആസിഡ് ആണ്. അത് ഏതാണ്, അത് നമ്മുടെ പ്രൊക്കാരിയോട്സിന് പ്രസൻറ്റും യുക്കാരിയോട്സിന് അത് ആബ്സെൻറ്റുമാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഓക്കെ ആണല്ലോ. പ്രൊക്കാരിയോട്സ് യുക്കാരിയോട്സ് എന്താണ്, അതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ്, നമ്മൾ ന്യൂക്ലിയസ് ഡിഫറൻസ് പഠിച്ചു, സൈറ്റോപ്ലാസ്മിക് ഡിഫറൻസ് പഠിച്ചു, പിന്നെ കെമിക്കൽ കോമ്പോസിഷൻ, മിറാമിക് ആസിഡ് അതൊക്കെ നമ്മൾ പഠിച്ചു. ഇനിയുള്ളത് പറയുന്നത് ബാക്ടീരിയനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് അത്യാവശ്യം MCQന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. MCQന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഇസ് ഓൾ അബൌട്ട് ബാക്ടീരിയയുടെ സൈസ് നമുക്ക് നോക്കാം. ഈ ബാക്ടീരിയയുടെ സൈസ് മെഷർ ചെയ്യുന്നത് നമ്മൾ മൈക്രോൺ ആണ്, അല്ലെങ്കിൽ മൈക്രോമീറ്ററിലാണ് നമ്മുടെ ഈ ബാക്ടീരിയയുടെ സൈസ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഏതിലാണ് നമ്മൾ ബാക്ടീരിയയുടെ സൈസ് മെഷർ ചെയ്യുന്നത്? ദാറ്റ് ഇസ് മൈക്രോൺ ഓർ മൈക്രോമീറ്റർ. ഒരു മൈക്രോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൈക്രോമീറ്റർ എന്ന് പറയുന്നത് 1/1000 മില്ലിമീറ്റർ ആണ്. അപ്പോൾ ഒരു മൈക്രോൺ അല്ലെങ്കിൽ മൈക്രോമീറ്റർ എന്ന് പറയുന്നത് 1/1000 മില്ലിമീറ്റർ ആണ്. ആൻഡ് ഒരു മില്ലി മൈക്രോൺ ഓർ നാനോമീറ്റർ എന്ന് പറയുന്നത് 1/1000 മൈക്രോൺ ഓർ 1 millionth ഓഫ് എ മില്ലിമീറ്റർ. പിന്നെ ഒരു ആങ്സ്ട്രോങ് എന്ന് പറയുന്നത് 1/100 നാനോമീറ്റർ ആണ്. അപ്പം നമ്മൾ വിചാരിക്കുക എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ പറയുന്നത്? ഇത് ഒബ്വിയസ്ലി ബാക്ടീരിയനെ പറ്റി പഠിക്കുമ്പോൾ ഈ ഒരു സൈസ് നമ്മൾ എഴുതേണ്ട ആവശ്യമുണ്ട്. പിന്നെ MCQൽ ചോദിക്കാനും ചാൻസ് ഉണ്ട്. അപ്പം മൈക്രോൺ അല്ലെങ്കിൽ മൈക്രോമീറ്ററിലാണ് ഇത് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഒരു മൈക്രോൺ എന്ന് പറയുന്നത് 1/1000 മില്ലിമീറ്റർ ആണ്. ഒരു മില്ലി മൈക്രോൺ അല്ലെങ്കിൽ നാനോമീറ്റർ എന്ന് പറയുന്നത് 1/1000 മൈക്രോൺ ഓർ 1 millionth ഓഫ് എ മില്ലിമീറ്റർ ആണ്. ആൻഡ് ഒരു ആങ്സ്ട്രോൺ എന്ന് പറയുന്നത് എത്രയാണ്? 1/100 നാനോമീറ്റർ ആണ്. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ദിസ് ഇസ് വൺ ഓഫ് ദ വെരി വെരി ഇമ്പോർട്ടൻറ്റ്, മോർഫോളജി. പുറമേ നമ്മുടെ ബാക്ടീരിയനെ എങ്ങനെയാണ് നമ്മൾ കാണപ്പെടുന്നത്, എങ്ങനെയാണ് നമ്മുടെ പുറമേ കാണുന്ന ഒരു ബാക്ടീരിയ കാണുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഇസ് ഓൾ അബൌട്ട് ഡിപ്പെൻഡിങ് ഓൺ ദ ഷേപ്പ് ബാക്ടീരിയ ആർ ക്ലാസിഫൈഡ് ഇൻ ടു സെവറൽ ടൈപ്സ്. അതായത് അവരുടെ ഷേപ്പ് അനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ എന്താണ് സൈസ്, ഷേപ്പ് ഒക്കെ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇസ് ഓൾ അബൌട്ട് കോക്കൈ. ഓക്കെ, ഫ്രം കോക്കസ് മീനിങ് എന്താണ്? ബെറി. അതായത് ഒരു ബെറിയുടെ ഷേപ്പിൽ ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ അവരുടെ ഷേപ്പ് അനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ കോക്കൈ എന്ന് പറയുന്നത് ഏത് വേർഡാണ്? കോക്കസ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ മീനിങ് എന്താണ്? ദാറ്റ് ഇസ് ബെറി. അപ്പോൾ അത് നമുക്ക് നോക്കാം. ദേ ആർ ഓവൽ ഓർ സ്പിറിക്കൽ സെൽസ്. അതായത് നമ്മുടെ മുട്ടയുടെ ഒക്കെ ഷേപ്പില്ലേ, അല്ലെങ്കിൽ സ്പിയർ, ആ ഒരു ടൈപ്പാണ് അവരുടെ സെൽസ് എന്ന് പറയുന്നത്. ദർ കോക്കി ചെയിൻസ്, ദർ ആർ ദിസ് കോക്കി ചെയിൻസ് സ്ട്രെപ്റ്റോകോക്കസ്. അതായത് പല ടൈപ്പ് ഉണ്ട് ഈ ഒരു കോക്ക എന്ന് പറയുന്നത്. പെയർ ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നത് നമ്മൾ അതിനെ എന്തെന്നാണ് പറയുന്നത്? ഡിപ്ലോകോക്കൈ. പിന്നെ ചെയിൻ ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നത്, നിങ്ങൾ നോക്കി, പെയർ ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നത് ഇതെന്താണ്? ഡിപ്ലോകോക്കൈ. പിന്നെ എന്താണ്? ചെയിൻ ആയിട്ട്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ചെയിൻ ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നത് സ്ട്രെപ്റ്റോകോക്കൈ. ആൻഡ് ക്ലസ്റ്റർ പോലെയുള്ളത് എന്താണ്? സ്റ്റഫൈലോകോക്കി. ആൻഡ് ഗ്രൂപ്പ് ഓഫ് 4, അത് നമ്മൾ ടെട്രാഡ് അല്ലെങ്കിൽ സെറൈന എന്ന് പറയുന്നത് 8 ആണ്. ഗ്രൂപ്പ് ഓഫ് 4 അല്ലെങ്കിൽ 8നെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ടെട്രാഡോട്ട് സെറൈന. ഇത് കണ്ടോ, ഈ ഒരു പിക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ ഒരു മോർഫോളജി ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കോക്കൈ, അതായത് ഷേപ്പിനനുസരിച്ചാണ് നമ്മൾ എഴുതേണ്ടത്. പക്ഷേ അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് കോക്കയാണ്. കോക്കൈ എന്ന് പറയുന്ന ബെറി ഷേപ്പാണ്, അതായത് അവർ ഓവൽ അല്ലെങ്കിൽ സ്പെറിക്കൽ ഷേപ്പാണ്. അപ്പോൾ നമുക്കറിയാം അവർ പെയർ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ ഡിപ്ലോകോക്കി എന്ന് വിളിക്കും. ആൻഡ് ചെയിൻ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, സ്ട്രെപ്റ്റോകോക്കി എന്ന് വിളിക്കും. ക്ലസ്റ്റർ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, സ്റ്റഫൈലോകോക്കി എന്ന് പറയും. ഗ്രൂപ്പ് ഓഫ് 4 നമ്മൾ ടെട്രാഡ്, ആൻഡ് 8 നമ്മൾ സെറൈന എന്ന് പറയും. ആൻഡ് ഈ സ്ട്രക്ചർ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു സ്ട്രക്ചർ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് കോക്കയെ നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ബെസിലി ആണ്. ബാസിലസ് മീനിങ് റോഡ്. ഒരു റോഡ് ഷേപ്പിലാണ് ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത്. എന്താണ്? ഇതൊരു റോഡ് ഷേപ്പിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഓക്കെ, ദിസ് ആർ റോഡ് ഷേപ്പ് സെൽസ്. സം ഓഫ് ദിസ് ബെസിലെ മേ ബി ഹാവിങ് പെക്യുലർ അറേഞ്ച്മെന്റ് ഓർ ഷേപ്പ് ആസ് ഫോളോസ്. അപ്പോൾ പല ഷേപ്പ് ഉണ്ട്, ഈ റോഡ് ഷേപ്പ് പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ബെസിലെ എന്ന് പറയുന്ന റോഡ് ഷേപ്ഡ് ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ടൈപ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്, അത്രേ ഉള്ളൂ. ഫസ്റ്റ് ഇസ് ഓൾ അബൌട്ട് ബെസിലെ. ഇറ്റ് ഇസ് സ്പൈറല്ല, പിന്നെ കോമ ഷേപ്ഡ് ഉണ്ട്, കൊക്കോ ബാസിലി ഉണ്ട്, സ്ട്രെപ്റ്റോ ബാസിലി ഉണ്ട്, ആൻഡ് ചൈനീസ് ലെക്ടർ ക്യൂണിഫോം പാറ്റേൺ എന്ന് പറയുന്ന എന്താണ് ബാസിലയുണ്ട്. അപ്പോൾ എന്തൊക്കെ ടൈപ്പാണ് ബെസില എന്ന് പറയുന്നത്? സ്പൈറല്ല ഉണ്ട്, കോമ ഷേപ്ഡ് ഉണ്ട്, കൊക്കോ ബാസിലി ഉണ്ട്, സ്ട്രെപ്റ്റോ ബാസിലി ഉണ്ട്, ചൈനീസ് ലെറ്റർ.
അതുപോലെയുള്ളൊരു ബാസിലി ഉണ്ട്. ചൈനീസ് ലെറ്റേഴ്സ് നമുക്ക് അറിയാലോ, കണ്ടിട്ടുണ്ടാവില്ല, ഒരുമാതിരി ഒരു ഇതായിരിക്കും. അപ്പോൾ ബാസിലി എന്ന് പറയുന്നത് റോഡ് ഷേപ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ കൊക്കോ ബാസിലി എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ബാക്ടീരിയ ഇസ് അപ്രോക്സിമേറ്റ്ലി സെയിം ആസ് ഇറ്റ് ബ്രെഡ്ത്ത്. അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വൽ ആയിരിക്കും. അത്രേ ഉള്ളൂ കൊക്കോ ബാസിലി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ആണ് ബ്രുസെല്ല. ബ്രുസെല്ല ആണ് അതിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ കൊക്കോ ബാക്ടീരിയ എന്ന് പറയുന്നത് ലെങ്ത്തും അതുപോലെ തന്നെ അതിൻ്റെ വിഡ്ത്തും എന്താണ്, സെയിം ആണ്. ഓക്കെ, ഇനി അടുത്തത് സ്ട്രെപ്റ്റോ ബാസിലെ. അപ്പോൾ നമ്മൾ മറ്റേ സ്ട്രെപ്റ്റോ കോക്കസ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെന്താണ് ഇങ്ങനെ ചെയിനായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നില്ലേ, അതുപോലെ തന്നെ സ്ട്രെപ്റ്റോ ബാസിലെ എന്ന് പറയുന്നത് ദിസ് ബാസിലെ ആർ അറേഞ്ച്ഡ് ഇൻ ചെയിൻസിൽ അറേഞ്ച് ചെയ്തേക്കുന്നതിനെയാണ് നമ്മൾ സ്ട്രെപ്റ്റോ ബാസിലെ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ആണ് സ്ട്രെപ്റ്റോ കോക്കസ്. ഇനി അടുത്തതാണ് ചൈനീസ് ലെറ്റർ ഓർ ക്യൂണിഫോം പാറ്റേൺ അറേഞ്ച്ഡ് അറ്റ് ആംഗിൾസ് ടു ഈച്ച് അതർ. ഓക്കെ, അപ്പോൾ കോർണിയ ബാക്ടീരിയ ആണ് അതിൻ്റെ എക്സാമ്പിൾ. CORYNE ആണ് ബാക്ടീരിയ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് അറേഞ്ച്ഡ് അറ്റ് ആംഗിൾസ് ടു ഈച്ച് അതർ, ഏകദേശം ഒരു ചൈനീസ് ലെറ്റേഴ്സില്ലേ അതുപോലെയൊക്കെ ആണത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ പിക്ചർ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ കൊക്കോ ബാസിലി ഉണ്ട്, സ്ട്രെപ്റ്റോ ബാസിലി ഉണ്ട്, ചൈനീസ് ലെറ്റർ ഓർ ക്യൂണിഫോം പാറ്റേൺ. ഓക്കെ, അപ്പോൾ ദേ അതിൻ്റെ പിക്ചറുണ്ട്. പിന്നെ ഉള്ളതാണ് കോമ ഷേപ്ഡ് കേർവ്ഡ് അപ്പിയറൻസ്, അതായത് കോമ ഷേപ്ഡ് തന്നെ. അതായത് അതിൻ്റെ എക്സാമ്പിൾ ആണ് വിബ്രിയോ കോളറ അതൊക്കെ പോലെ ഇല്ലേ. അപ്പോൾ കോമ ഷേപ്ഡ് എന്ന് പറയുന്നതാണ് എന്താണ് കേർവ്ഡ് അപ്പിയറൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് സ്പൈറല്ല. സ്പൈറല്ല എന്ന് പറയുന്നത് റിജിഡ് സ്പൈറൽ ഫോംസ്. അതാണ് സ്പൈറല്ല എന്ന് പറയുന്നത്. എന്താണ് റിജിഡ് സ്പൈറൽ ഫോംസ് ആണ്. ഇത് കണ്ടോ, ഇതാണ് ഇങ്ങനെ 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 മറ്റേ സ്പ്രിങ്ങിൻ്റെ ഒക്കെ ടൈപ്പില്ലേ. അപ്പോൾ ഇതാണ്, ഈ ഒരു പിക്ചറും ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയേ, ബാസിലെ എന്ന് പറയുന്നത് എന്താണ് റോഡ് ഷേപ്ഡ് ആണെന്ന് പറഞ്ഞു. കൊക്കോ ബാസിലെ, ബ്രൂസലാണ് അതിൻ്റെ എക്സാമ്പിൾ. പിന്നെ സ്ട്രെപ്റ്റോ ബാസിലെ, പിന്നെ വിബ്രിയോ എന്ന് പറയുന്നത് എന്താണ് കോമ ഷേപ്ഡ് ആണ്. പിന്നെ കോർണി ബാക്ടീരിയ, അതായത് ചൈനീസ് ലെറ്റർ. ഓക്കെ, പിന്നെ സ്പൈറല്ല. ഇനി അടുത്തതാണ് സ്പൈറോകേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രം സ്പൈറ മീനിങ് കോയിൽ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിച്ചു എന്താണ് ബാസിലെ പഠിച്ചു. പിന്നെ എന്താണ് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യാം. കാരണം ഇത് പിന്നെ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഒബ്വിയസ്ലി മറന്നു പോകുന്നൊരു പോർഷനാണ്. അപ്പോൾ നമ്മൾ മോർഫോളജിയിൽ കൊക്കൈ പഠിച്ചു, ബെസിലെ പഠിച്ചു, ആൻഡ് മൂന്നാമത്തെയാണ് സ്പൈറോകേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രം സ്പൈറ മീനിങ് കോയിൽ. ഓക്കെ, അതായത് കോയിൽ എന്ന് പറയുന്ന അർത്ഥത്തിലാണ് ഈ സ്പൈറോകേറ്റ്സ് എന്ന് പറയുന്നത്. ദിസ് ആർ സ്ലെൻഡർ ഫ്ലെക്സസ് സ്പൈറൽ ഫോംസ്, അതായത് സ്പൈറലി പോലെ ഉള്ളത്. അത്ര നിങ്ങൾ ഓർത്താൽ മതി, നമ്മൾ ഒത്തിരി കോംപ്ലിക്കേറ്റ് ആയിട്ട് ചിന്തിക്കേണ്ട, ഈസി ആയിട്ട് പഠിക്കുക. അതിൻ്റെ എക്സാമ്പിൾ ആണ് ട്രപ്പോണിമ. ഓക്കെ, സ്പൈറോകേറ്റ്സ് ആണ്. പിന്നെ അടുത്തത് ആക്ടിനോമൈക്കേറ്റ്സ്. ഇത് ഹൈ ലെവൽ ഓഫ് ബാക്ടീരിയ ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്, ഫ്രം ആക്ടസ് മീനിങ് റേ, ഒരു റേ ഷേപ്പിലൊക്കെയാണ് ഉള്ളത്. ദിസ് ആർ ബ്രാഞ്ചിങ് ഫിലമെന്റസ് ബാക്ടീരിയ റിസംബ്ലിംഗ് ഫംഗൈ. ദേ ഹാവ് റിജിഡ് സെൽ വാൾ, അതായത് ഫംഗൈനെ പോലെയൊക്കെ ഇരിക്കും ആക്ടിനോമൈസെറ്റ്സ് എന്ന് പറയുന്നത്. അതെന്താണ് ഫംഗൈനെ പോലെ ഇരിക്കും, അവർക്ക് നല്ല റിജിഡ് ആയിട്ടുള്ള സെൽ വാളാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു, കോക്കസ് പഠിച്ചു, ബാസിലെ പഠിച്ചു, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു, സ്പൈറോകേറ്റ്സ് പഠിച്ചു, ആക്ടിനോമൈസെറ്റസ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ പേരെങ്കിലും നമ്മൾ ഓർത്തിരിക്കുക ചോദിക്കുമ്പോൾ. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇനി അടുത്ത പോർഷനാണ് മൈക്കോപ്ലാസ്മാസ് എന്ന് പറയുന്നത്. ദിസ് ബാക്ടീരിയ ആർ സെൽ വാൾ ഡെഫിസൻ ആൻഡ് ഹെൻസ് ഡു നോട്ട് പൊസസ് എ സ്റ്റേബിൾ ഷേപ്പ്. അപ്പോൾ സെൽ വാൾ ആണ് ശരിക്കും നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഷേപ്പ് നൽകുന്നത്. ഓക്കെ, അപ്പോൾ മൈക്കോപ്ലാസ്മ എന്ന് പറയുന്ന ബാക്ടീരിയയ്ക്ക് സെൽ വാൾ ഇല്ല. അവർക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു സ്റ്റേബിൾ ഷേപ്പില്ല. അവർ പെട്ടെന്ന്, നമ്മൾ അമീബ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, അവർ പെട്ടെന്ന് ഇങ്ങനെ അതായത് നമ്മൾ അമീബ അറിയാലോ, അവർക്ക് ഒരു കറണ്ട് ആയിട്ടുള്ള ഷേപ്പില്ല. അപ്പോൾ യൂഷ്വലി ഇവർ കാണുന്നത് ഒന്നെങ്കിൽ ഓവൽ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലാണ്. അപ്പോൾ അത്രയൊക്കെ നോക്കിയാൽ മതി. പിന്നെ അവർ വളരെ സ്മോൾ ഇൻ സൈസാണ്. ഇനി അടുത്തതാണ് റിക്കറ്റ്സിയ ആൻഡ് ക്ലമൈഡിയ. അവർ വളരെ സ്മോളാണ്. പിന്നെ അവരുടെ ഒരു പ്രത്യേകതയുണ്ട്, അവർ പാരസൈറ്റ്സ് ആണ്. പിന്നെ എന്താണ്, പുറത്ത് അവർക്ക് എന്താ പറയുക, അവർ നല്ലപോലെ ഗ്രോ ചെയ്യത്തില്ല. അതായത് ഏതെങ്കിലും ഒരു ബോഡിയിൽ അല്ലെങ്കിൽ ലിവിങ് സെൽസിൽ മാത്രമാണ് അവർ ഗ്രോ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്കറിയാം വൈറസിൻ്റെ പ്രത്യേകത എന്താ, പുറത്ത് ഡെഡായിരിക്കും, നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ അല്ലെങ്കിൽ ഏതൊരു ലിവിങ് ആയിട്ടുള്ള ബോഡിയിൽ വന്നാൽ അത് റെപ്ലിക്കേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ആയതുകൊണ്ട് പണ്ട് ഇതിനെ വൈറസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. പക്ഷെ ഇപ്പം അവരെന്താണ് ബാക്ടീരിയ ആയിട്ടാണ് അവർ ക്ലാസിഫൈ ചെയ്യുന്നത്. കാരണം എന്താ, അവർക്ക് സെൽ വാൾ ഉണ്ട്. ഓക്കെ, കാരണം പിന്നെ അതുപോലെ തന്നെ ബാക്ടീരിയയിലുള്ള സെയിം എൻസൈംസും പിന്നെ സ്ട്രക്ചറൽ സിമിലാരിറ്റീസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവരിപ്പോൾ എന്താണ് ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷൻ, അതായത് ബാക്ടീരിയയുടെ ഇതിലാണ് ക്ലാസിഫൈ ചെയ്തത്. ഇപ്പോൾ ഏതൊക്കെയാണ്, കൊക്കയുണ്ട്, ബാസിലസ് ഉണ്ട്, സ്പൈറോകേറ്റ്സ് ഉണ്ട്, മൈക്കോപ്ലാസ്മ, റിക്കറ്റ്സിയ ആൻഡ് ക്ലമൈഡിയം. ഇത്രയാണ് ബാക്ടീരിയയുടെ ഷേപ്പിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ കോക്കയ്ക്ക് ഡിഫറെൻറ്റ് ഇതുണ്ട്, ആൻഡ് അതുപോലെ തന്നെ ബാസിലസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള
കുറച്ചിതുണ്ട്. അപ്പോൾ ഒരു 30 മിനിറ്റ്സിൻ്റെ ക്ലാസ് ആയിരിക്കും ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ് ബാക്ടീരിയൽ അനാട്ടമിയുടെ ഇത് വരുന്നത്. അപ്പോൾ ബാക്ടീരിയൽ അനാട്ടമി അത്യാവശ്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മാർക്സും ചോദിക്കാം, 5 മാർക്കും ചോദിക്കാം. അപ്പോൾ നമുക്ക് ബാക്ടീരിയൽ അനാട്ടമി പഠിക്കാം. ദ ഔട്ടർ ലെയർ ഓർ സെൽ എൻവലപ്പ് ഓഫ് എ ബാക്ടീരിയ സെൽ കൺസിസ്റ്റ് ഓഫ് 2 കോമ്പണൻസ്. അതായത് നമ്മളൊരു ബാക്ടീരിയ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ടർ ലെയർ അല്ലെങ്കിൽ അതിൻ്റെ സെൽ എൻവലപ്പ് എന്ന് പറയുമ്പോൾ എന്താ, കവർ ചെയ്യുന്ന ആ ഒരു പോർഷൻ അല്ലേ. അതിന് 2 കമ്പോണൻസ് ഉണ്ട്. ഒന്നെന്താണ്, ഒരു റിജിഡ് സെൽ വാളും, രണ്ടെന്താണ് അണ്ടർലൈങ് സൈറ്റോപ്ലാസ്മിക് ഓർ പ്ലാസ്മ മെമ്മറി. പ്ലാസ്മ മെമ്മറി യൂഷ്വലി നമ്മുടെ ഒരു സെല്ല് അല്ലേ, നമ്മുടെ ഒരു സെല്ലിന് എന്താണ് സെൽ മെമ്മറൈൻ അല്ലെങ്കിൽ പ്ലാസ്മ മെമ്മറൈൻ ഉണ്ട്. ഇതിന് അഡീഷണൽ ആയിട്ട് എന്താണ് ഒരു റിജിഡ് ആയിട്ടുള്ള സെൽ വാൾ ഉണ്ട്. അപ്പോൾ പുറത്ത് ഇതിനൊരു റിജിഡ് സെൽ വാളും ഉണ്ട്, അതുപോലെ തന്നെ ഒരു പ്ലാസ്മ മെമ്മറൈൻ എന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ സൈറ്റോപ്ലാസ്മിക് മെമ്മറൈൻ ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത്, ദ സെൽ എൻവലപ്പ് എൻക്ലോസസ് ദ പ്രോട്ടോപ്ലാസം വിച്ച് കംപ്രൈസസ് സൈറ്റോപ്ലാസം, സൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻസ്, മൈക്രോസ്കോംസ്, റൈബോസോം ഇൻക്ലൂഷൻ, ഗ്രാന്യൂൾസ്, വാക്യൂൾസ് അതൊക്കെ ഉണ്ട്. ആൻഡ് എ സിംഗിൾ സർക്കുലർ ക്രോമോസോം ഓഫ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് DNA. Beside this essential component, some bacteria may possess additional structures such as capsule, flagella and fimbriae. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇതാണ് പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സെൽ എൻവലപ്പ് ഇല്ലേ, സെൽ എൻവലപ്പ് എന്ന് പറയുന്നത് ഔട്ടർ കവറിങ് ആണ്. എന്തൊക്കെയാണ് അതിനെ എൻക്ലോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂടി വയ്ക്കുക അല്ലേ. എൻക്ലോസസ് ദ പ്രോട്ടോപ്ലാസം, ഇതാണ് ആ ഒരു പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെയുണ്ട്, നമ്മുടെ സൈറ്റോപ്ലാസം, അതുപോലെ തന്നെ നമ്മുടെ റൈബോസോംസ്, അങ്ങനത്തെ ഗ്രാന്യൂൾസോ വാക്യൂൾസ് എല്ലാം ഉണ്ട്. നമ്മളൊരു നോർമൽ സെല്ല് കണ്ടിട്ടുണ്ടല്ലോ, വാക്യൂൾസ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, അതിനെയൊക്കെ എന്താണ് എൻക്ലോസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ സിംഗിൾ സർക്കുലർ ക്രോമോസോം ഓഫ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒറ്റൊരു ക്രോമസോം ഉണ്ടാവുള്ളൂ, അതിനെ എന്താണ് ഈ ഒരു സെൽ എൻവലപ്പ് എൻക്ലോസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ചില ബാക്ടീരിയ നമ്മൾ ഹെയർ ലൈക്ക് പ്രൊജക്ഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, നമ്മളിത് കണ്ടിട്ടുണ്ട്, ഫ്ലജല്ല, ഫിംബ്രിയ എന്നൊക്കെ പറയുന്ന പോർഷൻ, പിന്നെ ക്യാപ്സ്യൂൾ, അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് ചില ബാക്ടീരിയയ്ക്ക് ഉള്ളത്. ഓക്കെ, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്, ബാക്ടീരിയ സെല്ലിൻ്റെ ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയുണ്ട്, ഈ ഫ്ലജല്ല എന്ന് പറയുന്ന ഒരു ഹെയർ ലൈക്ക് പ്രൊജക്ഷനാണ്, പൈലയുണ്ട്, പിന്നെ പ്രോട്ടോപ്ലാസം ഉണ്ട്, ഗ്രാന്യൂൾ ഇൻക്ലൂഷൻ ഉണ്ട്, സൈറ്റോപ്ലാസ്മിക് മെമ്മറിൻ, അപ്പോൾ പിന്നെ സെൽ വാളുണ്ട്, മീസോസോംസ്, DNA എല്ലാം ഉണ്ട്. അപ്പോൾ ബാക്ടീരിയ സെല്ലിൻ്റെ ഒരു പിക്ചറാണിത്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ വരച്ച് പഠിക്കണം, എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി സെൽവാളിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഈ സെൽവാള് കഴിഞ്ഞ് കഴിഞ്ഞ് ഈ ഒരു ക്ലാസ് തീരും, പിന്നെ നമ്മൾ പഠിക്കും, കാരണം ഇത്രയും കുറച്ച് ലെങ്തി വീഡിയോ ആവും. അപ്പോൾ ഈ സെൽവാൾ എന്ന് പറയുന്നത് ടഫ് ആൻഡ് റിജിഡ് സ്ട്രക്ചറാണ്. കാരണം ഒരു ഷെല്ല് പോലെ അത്രയും റിജിഡ് ആയിട്ടാണ് ഈ ഒരു ബാക്ടീരിയനെ പ്രൊട്ടക്റ്റ് ചെയ്തത്. പിന്നെ ഡ്രൈ വെയ്റ്റിൻ്റെ ഇറ്റ് വെയ്റ്റ്സ് അബൌട്ട് 20 to 25% ഓഫ് ഡ്രൈ വെയ്റ്റ്. ഡ്രൈ വെയ്റ്റ് എന്ന് പറയുമ്പോൾ വിത്തൗട്ട് വാട്ടർ. ആൻഡ് ദ തിക്നെസ് ഓഫ് ഗ്രാം നെഗറ്റീവ് സെൽ വാൾ ഇസ് 10 to 25 നാനോമീറ്റർ. അപ്പോൾ ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ്സ് എന്താണെന്ന് നമ്മൾ പഠിക്കും, സ്റ്റെയിനിങ് ടെക്നിക്കിലൊക്കെ നമ്മൾക്കത് പഠിക്കും. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് തിക്നെസ് ഓഫ് ഗ്രാം നെഗറ്റീവ് സെൽ വാൾ എന്ന് പറയുന്നത് 10 to 25 നാനോമീറ്റർ ആണ്. ഇനി അതിൻ്റെ സെൽ വാളിൻ്റെ ഫങ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്, വളരെ ഈസി ആണല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഷേപ്പ്, ഈ ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേബിൾ ഷേപ്പ് നൽകുന്ന നമ്മുടെ ഈ ഒരു സെൽ വാളാണ്. സോ അക്കൗണ്ട് ഫോർ ദ ഷേപ്പ് ഓഫ് ദ സെൽ, പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ടു സെൽ എഗനസ്റ്റ് ഓസ്മോട്ടിക് ഡാമേജ്. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഓസ്മോസിസ് നമുക്കറിയാലോ, അതായത് ഹയർ കോൺസെൻട്രേഷൻ ലോ കോൺസെൻട്രേഷനിലൊക്കെ വാട്ടർ പോകുന്നു. അപ്പോൾ എന്തെങ്കിലും അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ആ ഒരു സെല്ലിനെ നശിച്ചു പോകാതെ നമ്മുടെ സെൽ വാള് പ്രൊട്ടക്റ്റ് ചെയ്യും. ആൻഡ് കൺഫേഴ്സ് റിജിഡിറ്റി അപ്പോൺ ബാക്ടീരിയ, നല്ല റിജിഡായിട്ട് നമ്മുടെ ബാക്ടീരിയനെ ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ടേക്സ് പാർട്ട് ഇൻ സെൽ ഡിവിഷൻ. അപ്പോൾ ഈ ഒരു സെൽ വാളും സെൽ ഡിവിഷനിൽ ടേക്ക് പാർട്ട് ചെയ്യും. ഇറ്റ് പൊസസ് ടാർഗറ്റ് സൈറ്റ് ഫോർ ആൻറ്റിബോഡീസ്, ബയോട്ടിക്സ്, ലൈസോസൈംസ് ആൻഡ് ബാക്ടീരിയോഫേജസ്, അറ്റാച്ചസ് ഇൻ സെൽ വാൾ. ഇറ്റ് ക്യാരീസ് ബാക്ടീരിയൽ ആൻറ്റിജൻസ് ദാറ്റ് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ വെറുലൻസ് ആൻഡ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ നമുക്കറിയാം ഈ എന്തെങ്കിലുമൊക്കെ ഒരു ഫോറിൻ ബോഡി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയാണ് അറ്റാച്ച് ചെയ്യുന്നത്. അങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് അതിനെതിരെയായിട്ടുള്ള ആൻറ്റിബോഡീസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ഈ ഒരു സെൽ വാളിനാണ് അറ്റാച്ച് ചെയ്യുന്നത്. അതൊരു ക്യാപ്പബിലിറ്റി ഉണ്ടെന്നാണ് ഇതിൽ പറയുന്നത്.
ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് ഇനി അപ്കമിങ് വീഡിയോസ് വരാം. ഓക്കെ, നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ബൈ ഗൈസ്.